ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വെട്ട് കേക്ക് ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹോൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണുകളിൽ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ചായക്കടയിലെ വെട്ട് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് കണ്ട് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം മൈദ മാവാണ്. ഇതിന് 100 ഗ്രാം നെയ്യ് വേണം. 500 മൈദ മാവിന് 50 ഗ്രാം നെയ്യ് മതി. 1 കിലോയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. 1 കിലോ മൈദ മാവിന് 10 മുട്ട വേണം. നല്ല മധുരം ഉണ്ടായിരിക്കണമെങ്കിൽ 500 ഗ്രാം പഞ്ചസാര ചേർക്കണം. നമുക്കത് ഷുഗറുകാരെ പരിഗണിച്ചുകൊണ്ട് പഞ്ചസാരയിൽ കുറവ് വരുത്തിയാൽ മുട്ടയിൽ എണ്ണം കൂടുതലാക്കിയാൽ മതി. ഇത് ഏലക്കായ, ഇത് സജീരകം പൊടിച്ചതാണ്, ഇത് ഉപ്പ്, ഇത് ബേക്കിംഗ് സോഡ, കളറിന് വേണ്ടി യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 500 മൈദ മാവിന് ഇതിനൊരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തത്. 5 മുട്ട ഇതിലോട്ട് ഉടച്ചൊഴിക്കാം. സജീരകം, ഏലക്കായ, കളറിന് വേണ്ടി മഞ്ഞ കളർ ചേർത്തു, ബേക്കിംഗ് പൗഡർ, ഉപ്പ്. ഇനി നമുക്കിതിൽ നിന്നും 5 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇത് വെള്ളം നനവ് ഒട്ടും പാടില്ല. വെള്ളം നനവ് ഏതിലെങ്കിലും വന്നാൽ കട്ടിയുള്ള കടല കടിക്കുന്നത് പോലെ ഈ കേക്ക് കടിക്കാൻ പറ്റും. പഞ്ചസാര നന്നായി അലിഞ്ഞതിന് ശേഷം നെയ്യ് ചേർത്ത് മാവും കൂടി വെച്ച് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴച്ച് വെക്കേണ്ടത് പൊരിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയാൽ കുറച്ചുകൂടി നല്ലതാണ്. കേക്ക് കുറച്ചുകൂടി ഒരുപാട് പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് അധികം കാണും. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ തന്നെ പൊരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 1 മണിക്കൂർ മുന്നേ മാവ് റെഡിയാക്കി വെച്ചിട്ട് പൊരിക്കുക. ഞാനിത് പലകയിലൊന്നും പരത്തിയല്ല, കൈകൊണ്ട് തന്നെ ഓരോ ചെറിയ ഉരുളകളായി ഉരുട്ടി വരത്തിയെടുത്തിട്ട് റൊട്ടിക്കൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് വരയുകയാണ് ചെയ്യുന്നത്. ഒരു കിലോ മൈദ മാവിൻ്റെ വെട്ട് കേക്ക് നമുക്ക് പൊരിച്ചെടുക്കാൻ 250 ഗ്രാം എണ്ണയാണ് ചിലവാകുന്നത്. 250 അല്ല, നമ്മൾ കുറച്ചുകൂടി പാത്രത്തിൽ ഒഴിക്കണം, അതും ബാക്കി വരും. 250 ഗ്രാം എണ്ണ ആണ് വേണ്ടുന്നത് 1 കിലോ മാവിൻ്റെ കേക്ക് പൊരിച്ചെടുക്കാനായിട്ട്. ചെറിയ തീയിലിട്ട് പൊരിച്ചെടുക്കാം. ആ നെയ്യ് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല മാർദ്ദവമുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റ് വരുത്തുന്നത് നമ്മൾ ആ നെയ്യ് കൂടി ചേർക്കുമ്പോഴാണ്. നമ്മുടെ കേക്ക് എല്ലാം പൊരിച്ചെടുത്തു. ഫീഡ്ബാക്ക് അറിയിക്കണേ.